ഒത്തിരി പേർക്കുള്ള ഡൗട്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്തോളൂ. ഉദാഹരണത്തിന് ചോറൊക്കെ അപ്പാടെ ഒഴിവാക്കിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയില്ല എന്നുള്ളത്. ഉറപ്പായിട്ടും വണ്ണം കുറയും. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം കുറയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഓട്സ് ആണ് രാവിലെ കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ചോറ് ഒഴിവാക്കി സാലഡ് മാത്രം, രാത്രി ഫ്രൂട്ട്സ്. ഈ ഒരു രീതിക്ക് ഒരു 2 ആഴ്ച ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എനർജി കുറഞ്ഞു പോകുന്നതും അതുപോലെ വിശപ്പിൻ്റെ ആധിക്യം മുമ്പത്തേക്കാളും കൂടുന്നതും നിങ്ങൾ ഓവർ ഈറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് മനസ്സിലാവും. സ്നാക്കിംഗ് ഒക്കെ വളരെയധികം 10 മടങ്ങ് കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ ഒരു കാര്യത്തിൽ. അതുപോലെ നിങ്ങൾക്ക് അകാരണമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാനും എനർജി ലെവൽ വളരെയധികം കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് റൈസ് അപ്പാടെ ഒഴിവാക്കുന്നതിന് പകരമായിട്ട് നമ്മളൊരു പ്ലേറ്റിംഗ് മെത്തേഡ്, ബാലൻസ്ഡ് പ്ലേറ്റിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു പ്ലേറ്റിൽ നിങ്ങൾ ഹാഫ് ഭാഗം നിങ്ങൾ പച്ചക്കറികൾ, തോരൻ പോലെയുള്ള സാലഡ്സ് പോലെയുള്ള ഐറ്റംസ് ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ 1/4 ഭാഗത്ത് പ്രോട്ടീൻ ആഡ് ചെയ്യുക. മത്സ്യം, മീൻ, മുട്ട, അതുപോലെ സോയാബീൻ പോലെയുള്ളതെല്ലാം. അതുപോലെ 1/4 ഭാഗത്ത് ചോറ് നിർബന്ധമായിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള എനർജി സോഴ്സ് വരുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് കുറച്ച് നാളെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മളത് ഇരട്ടി റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഒക്കെ കഴിക്കാനുള്ള ക്രേവിങ്സ് നമുക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും.